അധ്യായം 9. തോബിയാസ് റഫായേലിനെ വിളിച്ചു പറഞ്ഞു, സഹോദരൻ അസറിയാസ്, ഒരു വൃദ്ധനെയും 2 ഒട്ടകങ്ങളെയും കൂട്ടി മേദിയായിലെ റാഗേസിൽ ഗബായേലിന്റെ അടുത്ത് ചെന്ന് പണം വാങ്ങുക. അവനെയും വിവാഹ വിരുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഞാൻ ഇവിടം വിട്ടു പോകരുതെന്ന് റഗുവേൽ നിർബന്ധിക്കുന്നു. എന്നാൽ എന്റെ പിതാവ് ദിവസങ്ങൾ എണ്ണി കഴിയുകയാണ്. തിരിച്ചെത്താൻ വൈകിയാൽ അവൻ വിഷമിക്കും. റഫായേൽ യാത്ര ചെയ്ത് ഗബായേലിന്റെ അടുത്തെത്തി. ഒരു രാത്രി അവനോടുകൂടെ ചെലവഴിച്ചു. ഗബായേലിന് അവൻ രേഖ കൊടുത്തു. ഗബായേൽ മുദ്ര പൊട്ടിക്കാത്ത പണസഞ്ചി എടുത്തുകൊണ്ടുവന്ന് ഏൽപ്പിച്ചു. അവർ 2 പേരും അതിരാവിലെ എഴുന്നേറ്റ് വിവാഹ വിരുന്നിന് വന്നു. ഗബായേൽ തോബിയാസിനും ഭാര്യയ്ക്കും അനുഗ്രഹാശിസുകൾ നേർന്നു. അധ്യായം 10. പിതാവായ തോബിത്ത് ദിവസമെണ്ണി കഴിയുകയായിരുന്നു. തിരിച്ചെത്തേണ്ട ദിവസം കഴിഞ്ഞിട്ടും അവരെ കാണാത്തതിനാൽ അവൻ പറഞ്ഞു, അവർ അവനെ താമസിപ്പിക്കുകയാണോ? അതോ ഗബായേൽ മരിച്ചു പോവുകയും പണം നൽകാൻ ആരുമില്ലെന്ന് വരികയും ചെയ്തിരിക്കുമോ? അവൻ അതീവ ദുഃഖിതനായി. അവന്റെ ഭാര്യ പറഞ്ഞു, കുട്ടിക്ക് അപകടം സംഭവിച്ചു. കാലതാമസം അത് തെളിയിക്കുന്നു. അവൾ വിലപിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞെ, എന്റെ കണ്ണുകളുടെ വെളിച്ചമായ നിന്നെ പോകാൻ അനുവദിച്ചത് കഷ്ടമായിപ്പോയി. തോബിത്ത് അവളോട് പറഞ്ഞു, വിഷമിക്കാതിരിക്കൂ, അവനൊന്നും സംഭവിച്ചിട്ടില്ല. അവൾ പറഞ്ഞു, മിണ്ടാതിരിക്കൂ, എന്നെ കബളിപ്പിക്കാൻ നോക്കേണ്ട. എന്റെ കുഞ്ഞിന് നാശം സംഭവിച്ചത് തന്നെ. എല്ലാ ദിവസവും അവൾ അവർ പോയ വഴിയിലേക്ക് ചെല്ലും. പകൽ ഒന്നും ഭക്ഷിക്കുകയില്ല. രാത്രി മുഴുവൻ മകൻ തോബിയാസിനെ ഓർത്ത് വിലപിക്കും. വിവാഹവിരുന്നിന്റെ 14-ാം ദിവസവും ഈ സ്ഥിതി തുടർന്നു. ഇത്രയും ദിവസങ്ങൾ അവിടെ തന്നോടൊന്നിച്ച് താമസിക്കണമെന്ന് റഗുവേൽ നിർബന്ധിച്ചിരുന്നു. തോബിയാസ് റഗുവേലിനോട് പറഞ്ഞു, എന്നെ തിരിച്ചയക്കുക. എന്റെ മാതാപിതാക്കന്മാർക്ക് എന്നെ കാണാമെന്നുള്ള ആശ പോലും അറ്റിരിക്കണം. എന്നാൽ റഗുവേൽ പറഞ്ഞു, നീ എന്നോടുകൂടെ താമസിക്കൂ. ഞാൻ ദൂതന്മാരെ അയച്ച് നിന്റെ പിതാവിനെ വിവരമറിയിക്കാം. അതുപോരാ, എന്നെ തിരിച്ചയക്കണം. തോബിയാസ് പറഞ്ഞു. റഗുവേൽ തോബിയാസിന് ഭാര്യയായ സാറായെയും സ്വത്തിൽ അടിമകളുടെയും കന്നുകാലികളുടെയും പണത്തിന്റെയും പകുതിയും നൽകി. അവരെ അനുഗ്രഹിച്ച് യാത്രയാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, മക്കളെ, എന്റെ മരണത്തിനു മുൻപ് തന്നെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് ഐശ്വര്യമേകും. അവൻ പുത്രിയോട് പറഞ്ഞു, നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. അവരാണ് ഇനിമേൽ നിനക്ക് മാതാപിതാക്കൾ. നിന്നെപ്പറ്റി നല്ലതു മാത്രം കേൾക്കാൻ എനിക്കിടവരട്ടെ. അവൻ അവളെ ചുംബിച്ചു. യദ്ന തോബിയാസിനോട് പറഞ്ഞു, സഹോദര, സ്വർഗസ്ഥനായ കർത്താവ് നിന്നെ സുരക്ഷിതനായി തിരിച്ചെത്തിക്കുകയും നിനക്ക് എന്റെ മകൾ സാറായിൽ ജനിക്കുന്ന കുട്ടികളെ കണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദിക്കാൻ എനിക്കിടവരുകയും ചെയ്യട്ടെ. ഇതാ, ഞാൻ എന്റെ പുത്രിയെ നിന്നെ ഭരമേൽപ്പിക്കുന്നു. അവളെ ദുഃഖിപ്പിക്കരുത്. അധ്യായം 11. യാത്ര മംഗളകരമാക്കിയതിന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തോബിയാസ് മടങ്ങിപ്പോയി. അവൻ റഗുവേലിനും അവന്റെ ഭാര്യ യദ്നായിക്കും മംഗളം നേർന്നു. യാത്ര ചെയ്ത് അവൻ നിനവയ്ക്ക് അടുത്തെത്തി. അപ്പോൾ റഫായേൽ തോബിയാസിനോട് പറഞ്ഞു, സഹോദര, ഏത് നിലയിലാണ് പിതാവിനെ നീ വിട്ടുപോന്നതെന്ന് ഓർക്കുന്നില്ലേ? നമുക്ക് വേഗം നിന്റെ ഭാര്യയ്ക്ക് മുൻപേ പോയി വീട്ടിൽ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാം. മത്സ്യത്തിന്റെ കയ്പ കൂടി എടുത്തുകൊള്ളൂ. അവർ പോയി. നായ് അവരുടെ പുറകെ ഉണ്ടായിരുന്നു. അന്ന മകനെ നോക്കി വഴിയിൽ കണ്ണുനട്ടിരിക്കുകയായിരുന്നു. അവൻ വരുന്നത് കണ്ട് അവൾ അവന്റെ പിതാവിനോട് പറഞ്ഞു, ഇതാ, നിന്റെ പുത്രൻ വരുന്നു. അവനോട് കൂടെ പോയ ആളുമുണ്ട്. റഫായേൽ പറഞ്ഞു, തോബിയാസ്, നിന്റെ പിതാവിന് കാഴ്ച ലഭിക്കുമെന്ന് എനിക്കറിയാം. കയ്പ അവന്റെ കണ്ണുകളിൽ പുരട്ടണം. ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ അവൻ കണ്ണു തിരുമും. അപ്പോൾ വെളുത്ത പാടകൾ പൊഴിഞ്ഞു വീഴുകയും അവൻ നിന്നെ കാണുകയും ചെയ്യും. അന്ന ഓടിച്ചെന്ന് മകനെ ആശ്ലേഷിച്ചു. അവൾ അവനോട് പറഞ്ഞു, എന്റെ കുഞ്ഞെ, നിന്നെ കാണാൻ എനിക്കിടയായി. ഇനി മരിക്കാൻ ഞാൻ ഒരുക്കമാണ്. അവർ ഇരുവരും കരഞ്ഞു. വാതിൽക്കലേക്ക് വരുമ്പോൾ തോബിത്തിന് കാലിടറി. പുത്രൻ ഓടിയെത്തി പിതാവിനെ താങ്ങി.
കണ്ണുകളിൽ കയ്പ പുരട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, പിതാവേ, സന്തോഷമായിരിക്കൂ. ചൊറിച്ചിൽ തോന്നിയപ്പോൾ തോബിത്ത് കണ്ണു തിരുമ്മി. വെളുത്ത പാട കൺകോണുകളിൽ നിന്ന് പൊഴിഞ്ഞു വീണു. അപ്പോൾ അവൻ പുത്രനെ കണ്ടു. അവനെ ആലിംഗനം ചെയ്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങയുടെ നാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാണ്. അവിടുത്തെ വിശുദ്ധ ദൂതന്മാരും വാഴ്ത്തപ്പെട്ടവരാണ്. അവിടുന്ന് എനിക്ക് ദുരിതങ്ങൾ അയച്ചു, എന്നാലും എന്നോട് കരുണ കാട്ടി. ഇതാ എൻ്റെ മകൻ തോബിയാസിനെ ഞാൻ കാണുന്നു. അവന്റെ മകൻ സന്തോഷത്തോടെ വീട്ടിനുള്ളിൽ പ്രവേശിച്ച് മേദിയായിൽ തനിക്ക് സംഭവിച്ച വലിയ കാര്യങ്ങൾ പിതാവിനെ അറിയിച്ചു. തോബിത്ത് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മരുമകളെ സ്വീകരിക്കാൻ നിനവേ നഗരത്തിന്റെ കവാടത്തിലേക്ക് പുറപ്പെട്ടു. കണ്ടവരെല്ലാം അവന് കാഴ്ച വീണ്ടു കിട്ടിയതിൽ വിസ്മയിച്ചു. തന്നോട് കരുണ കാണിച്ച ദൈവത്തെ അവരുടെ മുൻപിൽ വെച്ച് തോബിത്ത് സ്തുതിച്ചു. അവൻ തന്റെ മരുമകൾ സാറായിയുടെ അടുത്തെത്തി അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, മകളെ, സ്വാഗതം. നിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ. നിന്റെ മാതാപിതാക്കൾ അനുഗ്രഹീതരാണ്. അങ്ങനെ നിനവേയിൽ അവന്റെ സഹോദരരുടെ ഇടയിൽ ആനന്ദം കളിയാടി. അഹിക്കാറും അനന്തരവൻ നാദാബും വന്നു. തോബിയാസിന്റെ വിവാഹം 7 ദിവസം ആർഭാടപൂർവം ആഘോഷിച്ചു. അധ്യായം 12. തോബിത്ത് മകൻ തോബിയാസിനെ വിളിച്ചു പറഞ്ഞു, മകനെ, നിന്നോടൊപ്പം വന്നവന്റെ കൂലി കൊടുക്കുക. പറഞ്ഞിരുന്നതിലും കൂടുതൽ കൊടുക്കണം. അവൻ പറഞ്ഞു, പിതാവേ, ഞാൻ കൊണ്ടുവന്നതിന്റെ പകുതി കൊടുത്താലും ദോഷമില്ല. അവൻ എന്നെ സുരക്ഷിതനായി നിന്റെ അടുക്കൽ തിരിച്ചെത്തിച്ചു. എന്റെ ഭാര്യയെ സുഖപ്പെടുത്തി. എനിക്ക് വേണ്ടി പണം വാങ്ങി. നിന്നെയും സുഖപ്പെടുത്തി. വൃദ്ധൻ പറഞ്ഞു, അവനത് അർഹിക്കുന്നു. അവൻ ദൂതനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നതിന്റെ എല്ലാം പകുതി എടുത്തുകൊള്ളുക. ദൂതൻ 2 പേരെയും രഹസ്യമായി വിളിച്ചു പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതി സകല ജീവികളുടെയും മുൻപിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുവിൻ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമത്രേ. അവിടത്തേക്ക് നന്ദി പറയാൻ അമാന്തമരുത്. രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. നന്മ ചെയ്യുക, നിനക്ക് തിന്മ ഭവിക്കുകയില്ല. ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോടുകൂടിയാവുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. നീതിയോടുകൂടിയ അല്പമാണ്, അനീതിയോടുകൂടിയ അധികത്തേക്കാൾ അഭികാമ്യം. സ്വർണം കൂട്ടിവെക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നന്ന്. ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു. പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവർ ജീവിതത്തിൻ്റെ പൂർണ്ണത ആസ്വദിക്കും. പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ്. ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും ഒളിച്ചു വയ്ക്കുകയില്ല. രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയം എന്ന് ഞാൻ പറഞ്ഞല്ലോ. നീയും നിന്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു. നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടൊത്തുണ്ടായിരുന്നു. ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സത്പ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല. ഞാൻ നിന്നോടൊപ്പമുണ്ടായിരുന്നു. ആകയാൽ നിന്നെയും നിന്റെ മരുമകൾ സാറയെയും സുഖപ്പെടുത്താൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ഞാൻ റഫായേലാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ. അവർ ഇരുവരും സംഭ്രാന്തരായി. ഭയത്തോടെ അവർ കമിഴ്ന്നു വീണു. അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ സുരക്ഷിതരാണ്. എന്നേക്കും ദൈവത്തെ സ്തുതിക്കുവിൻ.
എന്റെ ഔദാര്യം കൊണ്ടല്ല, നമ്മുടെ ദൈവത്തിന്റെ ഹിതമനുസരിച്ചാണ് ഞാൻ വന്നത്. അവിടുത്തെ എന്നേക്കും സ്തുതിക്കുവിൻ. ഈ നാളുകളിലെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകിയത് ഛായാദർശനമായിരുന്നു. ഞാൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. നിങ്ങൾ കണ്ടത് ഒരു ദർശനം മാത്രം. ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുക. ഞാൻ എന്നെ അയച്ചവന്റെ അടുത്തേക്ക് മടങ്ങുകയാണ്. സംഭവിച്ചതെല്ലാം എഴുതി സൂക്ഷിക്കുക. അവർ എഴുന്നേറ്റു നിന്നു, എന്നാൽ അവനെ കണ്ടില്ല. അവർ ദൈവത്തിന്റെ മഹനീയവും അത്ഭുതാവഹവുമായ പ്രവൃത്തികളെ സ്തുതിക്കുകയും കർത്താവിന്റെ ദൂതൻ തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അധ്യായം 13. തോബിത്ത് ആഹ്ലാദം തുളുമ്പുന്ന ഈ പ്രാർത്ഥന രചിച്ചു. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ, അവിടുത്തെ രാജ്യം അനുഗ്രഹീതം. അവിടുന്ന് ശിക്ഷിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നു. പാതാളത്തിലേക്കു താഴ്ത്തുകയും അവിടെ നിന്നു വീണ്ടും ഉയർത്തുകയും ചെയ്യുന്നു. അവിടുത്തെ കരങ്ങളിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല. ഇസ്രായേൽ മക്കളെ, ജനതകളുടെ മുൻപിൽ അവിടുത്തെ ഏറ്റുപറയുവിൻ. അവിടുന്നാണു നമ്മെ അവരുടെ ഇടയിൽ ചിതറിച്ചത്. അവരുടെ ഇടയിൽ അവിടുത്തെ മഹത്വം വിളംബരം ചെയ്യുവിൻ. സകല ജീവികളുടെയും മുൻപിൽ അവിടുത്തെ പ്രകീർത്തിക്കുവിൻ. അവിടുന്നാണു നമ്മുടെ ദൈവമായ കർത്താവ്. എന്നേക്കും നമ്മുടെ പിതാവും അവിടുന്നു തന്നെ. നമ്മുടെ തിന്മകൾക്ക് അവിടുന്ന് നമ്മെ ശിക്ഷിക്കും. എന്നാൽ അവിടുന്ന് വീണ്ടും കരുണ ചൊരിയും. കർത്താവ് നിങ്ങളെ ജനതകളുടെ ഇടയിൽ ചിതറിച്ചു. അവിടുന്ന് നിങ്ങളെ ഒരുമിച്ചു കൂട്ടും. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിങ്കലേക്കു തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും. നിങ്ങളിൽ നിന്നു മുഖം മറയ്ക്കുകയില്ല. അവിടുന്ന് നിങ്ങൾക്കു ചെയ്ത നന്മയെ പറ്റി ചിന്തിക്കുവിൻ. ഉച്ചത്തിൽ അവിടുത്തേക്കു കൃതജ്ഞതയർപ്പിക്കുവിൻ. നീതിയുടെ കർത്താവിനെ സ്തുതിക്കുവിൻ. യുഗങ്ങളുടെ രാജാവിനെ പുകഴ്ത്തുവിൻ. പ്രവാസിയായി വസിക്കുന്ന നാട്ടിൽ വച്ചു ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു. പാപികളായ ജനതയോട് അവിടുത്തെ ശക്തിയും മഹത്വവും പ്രഘോഷിക്കുന്നു. പാപികളെ പിന്തിരിയുവിൻ. അവിടുത്തെ മുൻപിൽ നീതി പ്രവർത്തിക്കുവിൻ. അവിടുന്ന് നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുകയില്ലെന്നാരറിഞ്ഞു.
നഗരമായ ജെറുസലേമേ, നിന്റെ പുത്രന്മാരുടെ പ്രവൃത്തികൾ നിമിത്തം അവിടുന്ന് നിന്നെ പീഡിപ്പിക്കും. നീതിനിഷ്ഠരായ മക്കളുടെ മേലവിടുന്ന് വീണ്ടും കരുണ ചൊരിയും. കർത്താവിനു യഥായോഗ്യം കൃതജ്ഞതയർപ്പിക്കുവിൻ. യുഗങ്ങളുടെ രാജാവിനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കൂടാരം നിങ്ങൾക്കു വേണ്ടി സന്തോഷത്തോടെ ഉയർത്തപ്പെടട്ടെ. അവിടുന്ന് നിങ്ങളുടെ പ്രവാസികൾക്ക് സന്തോഷം നൽകട്ടെ. ദുഃഖിതരുടെ മേൽ അവിടുത്തെ സ്നേഹം തലമുറകളോളം എന്നേക്കും ചൊരിയട്ടെ. ദൈവമായ കർത്താവിൻ്റെ നാമം വഹിക്കുന്ന ഇടത്തേക്ക് വിദൂരങ്ങളിൽ നിന്ന് അനേകം ജനതകൾ സ്വർഗത്തിൻ്റെ രാജാവിന് കാഴ്ചകളുമേന്തി വരും. തലമുറകൾ നിന്നെ സന്തോഷപൂർവം കീർത്തിക്കും. നിന്നെ വെറുക്കുന്നവർ ശപിക്കപ്പെടട്ടെ. നിന്നെ സ്നേഹിക്കുന്നവർ എന്നേക്കും അനുഗ്രഹീതർ. നീതിനിഷ്ഠരായ മക്കളെ ഓർത്ത് സന്തോഷിക്കുവിൻ. അവരെ അവിടുന്ന് ഒരുമിച്ചു കൂട്ടും. അവർ നീതിമാന്മാരുടെ കർത്താവിനെ സ്തുതിക്കും. നിന്നെ സ്നേഹിക്കുന്നവർ എത്രയോ അനുഗ്രഹീതർ. നിന്റെ ശാന്തിയിൽ അവർ സന്തോഷിക്കും. നിന്റെ കഷ്ടതകളിൽ ദുഃഖിച്ചവർ അനുഗ്രഹീതർ. നിന്റെ മഹത്വം കണ്ട് അവർ ആനന്ദിക്കും. അവർക്ക് ശാശ്വതാനന്ദം ലഭിക്കും. എൻ്റെ ആത്മാവ് ഉന്നത രാജാവായ ദൈവത്തെ പുകഴ്ത്തട്ടെ. ഇന്ദ്രനീലവും മരതകവും കൊണ്ട് ജെറുസലേം പണിയപ്പെടും. അവളുടെ മതിലുകൾ അനർഘരത്നങ്ങൾ കൊണ്ടും ഗോപുരങ്ങളും കൊത്തളങ്ങളും തനി സ്വർണം കൊണ്ടും നിർമ്മിക്കപ്പെടും. ജെറുസലേം തെരുവീഥികളിൽ ഗോമേദകവും മാണിക്യവും ഓഫീറിലെ രത്നങ്ങളും പതിക്കും. അവളുടെ പാതകളിൽ ഹല്ലേലൂയ മാറ്റൊലിക്കൊള്ളും. നിനക്ക് ശാശ്വത മഹത്വം നൽകിയ ദൈവം വാഴ്ത്തപ്പെടട്ടെ എന്നു പറഞ്ഞ് അവ സ്തുതികൾ അർപ്പിക്കും. അധ്യായം 14. തോബിത്ത് സ്തോത്രഗീതം അവസാനിപ്പിച്ചു. 58 വയസ്സിലാണ് അവന് കാഴ്ച നഷ്ടപ്പെട്ടത്. 8 വർഷം കഴിഞ്ഞ് അത് തിരിച്ചു കിട്ടി. അവൻ ദാനധർമ്മങ്ങൾ ചെയ്യുകയും ദൈവമായ കർത്താവിനെ ഭക്തിപൂർവം സ്തുതിക്കുകയും ചെയ്തു. വൃദ്ധനായപ്പോൾ പുത്രനെയും പൗത്രന്മാരെയും വിളിച്ചിട്ട് പുത്രനോട് പറഞ്ഞു, മകനെ, എനിക്ക് വയസ്സായി. ജീവിതത്തോട് വിടവാങ്ങാൻ കാലമടുത്തു. നീ മക്കളെയും കൂട്ടി മേദിയായിലേക്ക് പുറപ്പെടുക. നിനവേ നശിപ്പിക്കപ്പെടുമെന്ന് യോനാ പ്രവാചകൻ പറഞ്ഞത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു.
എന്നാൽ മേദിയായിൽ കുറേ കാലം സമാധാനം നിലനിൽക്കും. നമ്മുടെ സഹോദരന്മാർ തങ്ങളുടെ നല്ല ദേശത്തിൽ നിന്ന് ഭൂമിയിൽ ചിതറിക്കപ്പെടും. ജെറുസലേം വിജനമാകും. ദേവാലയം അഗ്നിക്കിരയായി കുറേ കാലത്തേക്ക് നാശക്കൂമ്പാരമായി കിടക്കും. എന്നാൽ ദൈവം വീണ്ടും കരുണ തോന്നി അവരെ തങ്ങളുടെ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരും. കാലപരിപൂർത്തിയാകുന്നതുവരെ ആദ്യത്തേതുപോലെ ആവുകയില്ലെങ്കിലും അവർ ദേവാലയം വീണ്ടും പണിയും. അതിനുശേഷം അവർ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് ജെറുസലേമിനെ മഹത്വപൂർണമായി പുതുക്കി പണിയും. പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാ തലമുറകൾക്കും വേണ്ടി മഹിമയാർന്ന ദേവാലയ മന്ദിരം നിർമ്മിക്കും. അപ്പോൾ സകല ജനതകളും ദൈവമായ കർത്താവിൻ്റെ യഥാർത്ഥ ഭക്തരാവുകയും തങ്ങളുടെ വിഗ്രഹങ്ങൾ കുഴിച്ചു മൂടുകയും ചെയ്യും. അവർ കർത്താവിനെ സ്തുതിക്കും. അവിടുത്തെ ജനം ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കും. കർത്താവ് തൻ്റെ ജനത്തെ മഹത്വമണിയിക്കും. സത്യത്തിലും നീതിയിലും ദൈവമായ കർത്താവിനെ സ്നേഹിക്കുന്ന സകലരും നമ്മുടെ സഹോദരരോട് കരുണ കാണിച്ചുകൊണ്ട് സന്തോഷിക്കും. മകനെ, നിനവേ വിട്ടുപോവുക. യോനാ പ്രവാചകൻ പറഞ്ഞത് തീർച്ചയായും സംഭവിക്കും. നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടെ വർത്തിക്കുകയും ചെയ്യുക. എന്നെ ഉചിതമായി സംസ്കരിക്കണം. നിന്റെ അമ്മയെ എൻ്റെ അടുത്തു തന്നെ സംസ്കരിക്കണം. ഇനി നിനവേയിൽ താമസിച്ചുകൂടാ. മകനെ, തന്നെ പോറ്റിയ അഹിക്കാറിനോട് നാദാബ് ചെയ്തതെന്തെന്നും അവനെ എങ്ങനെ പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് നയിച്ചെന്നും അവന് എന്ത് പ്രതിഫലം നൽകിയെന്നും കാണുക. എന്നാൽ അഹിക്കാർ രക്ഷപ്പെടുകയും അപരൻ അന്ധകാരത്തിൽ അമർന്ന് തൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം നേടുകയും ചെയ്തു. അഹിക്കാർ ദാനധർമ്മം നൽകി. അങ്ങനെ നാദാബ് ഒരുക്കിയ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടു. നാദാബ് തന്നെ ആ കെണിയിൽ വീണു നശിച്ചു. ആകയാൽ മക്കളെ, ദാനധർമ്മം എന്തു നേടുന്നുവെന്നും നീതി എങ്ങനെ രക്ഷിക്കുന്നുവെന്നും ചിന്തിക്കുവിൻ. ഇതു പറഞ്ഞ് അവൻ മരിച്ചു. അവന് 158 വയസ്സായിരുന്നു. തോബിയാസ് അവനെ ആഡംബരപൂർവ്വം സംസ്കരിച്ചു. അന്ന മരിച്ചപ്പോൾ തോബിയാസ് അവളെ പിതാവിന്റെ സമീപത്ത് സംസ്കരിച്ചു. തോബിയാസ് ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി എഗ്ബത്താനായിൽ അമ്മായിയപ്പനായ റഗ്വേലിന്റെ അടുക്കൽ മടങ്ങിയെത്തി. പ്രായത്തോടൊപ്പം അവന്റെ കീർത്തിയും വളർന്നു. ഭാര്യയുടെ മാതാപിതാക്കന്മാർ മരിച്ചപ്പോൾ അവൻ അവരെ സാഘോഷം സംസ്കരിച്ചു. അവരുടെയും സ്വപിതാവായ തോബിത്തിന്റെയും വസ്തുവകകൾ അവന് അവകാശമായി ലഭിച്ചു. അവൻ മേദിയായിലെ എഗ്ബത്താനായിൽ വെച്ച് 127 വയസ്സിൽ മരിച്ചു. മരിക്കുന്നതിനു മുൻപ് നബുക്കദ്നേസറും അഹസ്വേരൂസും നിനവെ കീഴടക്കി നശിപ്പിച്ച വാർത്ത അവൻ കേട്ടു. മരണത്തിനു മുൻപ് നിനവയെക്കുറിച്ച് സന്തോഷിക്കാൻ അവന് ഇടവന്നു. അധ്യായം 1. കർത്താവ് മലാഖിയിലൂടെ ഇസ്രായേലിന് നൽകിയ അരുളപ്പാട്. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. എന്നാൽ നിങ്ങൾ ചോദിക്കുന്നു, എങ്ങനെയാണ് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത്? കർത്താവ് അരുളി ചെയ്യുന്നു, ഏസാവ് യാക്കോബിന്റെ സഹോദരനല്ലേ? എന്നിട്ടും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുകയും ഏസാവിനെ വെറുക്കുകയും ചെയ്തു. ഞാൻ അവന്റെ മലമ്പ്രദേശം ശൂന്യമാക്കി, അവന്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറുനരികൾക്ക് വിട്ടുകൊടുത്തു. ഞങ്ങൾ തകർക്കപ്പെട്ടു, എന്നാൽ ഞങ്ങളുടെ നഷ്ടശിഷ്ടങ്ങൾ ഞങ്ങൾ പുനരുദ്ധരിക്കും എന്ന് ഏതോം പറഞ്ഞാൽ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ പണിയട്ടെ, ദുഷ്ടജനമെന്നും
കർത്താവിന്റെ കോപം എന്നേക്കും വഹിക്കുന്ന ജനപദമെന്നും അവർ വിളിക്കപ്പെടുന്നതുവരെ ഞാനത് ഇടിച്ചു തകർക്കും. സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾ പറയും, ഇസ്രായേലിന്റെ അതിർത്തികൾക്കപ്പുറത്ത് കർത്താവ് അത്യുന്നതനാണ്. പുത്രൻ പിതാവിനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കുന്നു. എന്റെ നാമത്തെ നിന്ദിക്കുന്ന പുരോഹിതന്മാരെ, സൈന്യങ്ങളുടെ കർത്താവായ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ പിതാവാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനാണെങ്കിൽ എന്നോടുള്ള ഭയം എവിടെ? എങ്ങനെയാണ് അങ്ങയുടെ നാമത്തെ ഞങ്ങൾ നിന്ദിച്ചതെന്ന് നിങ്ങൾ ചോദിക്കുന്നു. മലിനമായ ഭക്ഷണം നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ അർപ്പിച്ചു. എങ്ങനെയാണ് ഞങ്ങളത് മലിനമാക്കിയത് എന്ന് നിങ്ങൾ ചോദിക്കുന്നു. കർത്താവിന്റെ ബലിപീഠത്തെ നിസ്സാരമെന്ന് നിങ്ങൾ കരുതി. കാഴ്ചയില്ലാത്ത മൃഗങ്ങളെ നിങ്ങൾ ബലിയർപ്പിച്ചാൽ അത് തിന്മയല്ലേ? മുടന്തുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും അർപ്പിച്ചാൽ അത് തിന്മയല്ലേ? അത് നിങ്ങളുടെ ഭരണാധികാരിക്ക് കാഴ്ചവെച്ചാൽ അവൻ സന്തുഷ്ടനാവുകയോ നിങ്ങളോട് പ്രീതി കാണിക്കുകയോ ചെയ്യുമോ? സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിന്റെ പ്രീതി ലഭിക്കാൻ നിങ്ങൾ കാരുണ്യം യാചിക്കുന്നു. ഇത്തരം കാഴ്ച അർപ്പിച്ചാൽ നിങ്ങളിൽ ആരോടെങ്കിലും കർത്താവ് കൃപ കാണിക്കുമോ? സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായി തീ കത്തിക്കാതിരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും വാതിലടച്ചിരുന്നെങ്കിൽ നിങ്ങളിൽ എനിക്ക് പ്രീതിയില്ല. നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാനൊരു കാഴ്ചയും സ്വീകരിക്കുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സൂര്യോദയം മുതൽ അസ്തമയം വരെ എന്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണമാണ്. എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു. എന്തെന്നാൽ ജനതകളുടെ ഇടയിൽ എന്റെ നാമം ഉന്നതമാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിന്റെ ബലിപീഠത്തെ നിന്ദിക്കാം, നിന്ദ്യമായ ഭോജനം അതിൽ അർപ്പിക്കാമെന്ന് കരുതുമ്പോൾ നിങ്ങൾ അതിനെ മലിനമാക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞങ്ങൾ മടുത്തുവെന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്കെതിരെ ചീറുന്നു. അക്രമം കൊണ്ട് പിടിച്ചെടുത്തതിനെയും മുടന്തുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും നിങ്ങൾ കാഴ്ചയായി അർപ്പിക്കുന്നു. നിങ്ങളുടെ കൈകളിൽ നിന്ന് ഞാനത് സ്വീകരിക്കണമോ? കർത്താവ് ചോദിക്കുന്നു, തന്റെ ആട്ടിൻകൂട്ടത്തിൽ മുട്ടാടുണ്ടായിരിക്കുകയും അതിനെ നേരുകയും ചെയ്തിട്ട് ഊനമുള്ളതിനെ കർത്താവിന് ബലിയർപ്പിക്കുന്ന വഞ്ചകന് ശാപം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനായ രാജാവാണ്. ജനതകൾ എന്റെ നാമം ഭയപ്പെടുന്നു. അധ്യായം 2. പുരോഹിതന്മാരെ, ഇതാ ഈ കൽപ്പന നിങ്ങൾക്ക് വേണ്ടിയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും എന്റെ നാമത്തിന് മഹത്വം നൽകാൻ മനസ്സുവെക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപമയക്കും. നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ഞാൻ ശാപമാക്കും. നിങ്ങൾ മനസ്സുവെക്കാത്തതിനാൽ ഞാൻ ശപിച്ചു കഴിഞ്ഞു. ഞാൻ നിങ്ങളുടെ സന്തതികളെ ശാസിക്കും. നിങ്ങളുടെ ബലിമൃഗങ്ങളുടെ ചാണകം നിങ്ങളുടെ മുഖത്ത് തേക്കും. എന്റെ സന്നിധിയിൽ നിന്ന് നിങ്ങളെ ഞാൻ നിഷ്കാസനം ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ലേവിയുമായുള്ള എന്റെ ഉടമ്പടി നിലനിൽക്കേണ്ടതിനാണ് ഈ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതെന്ന് അങ്ങനെ നിങ്ങൾ അറിയും. അവനോടുള്ള എന്റെ ഉടമ്പടി ജീവന്റെയും സമാധാനത്തിന്റെയും ഉടമ്പടിയായിരുന്നു. അവൻ ഭയപ്പെടേണ്ടതിന് ഞാനവ അവന് നൽകി. അവൻ എന്നെ ഭയപ്പെടുകയും എന്റെ നാമത്തോടുള്ള ഭയഭക്തികളാൽ നിറയുകയും ചെയ്തു. അവന്റെ നാവിൽ യഥാർത്ഥ പ്രബോധനമുണ്ടായിരുന്നു. അവന്റെ അധരത്തിൽ ഒരു തെറ്റും കണ്ടില്ല. സമാധാനത്തിലും സത്യസന്ധതയിലും അവൻ എന്നോടുകൂടെ വ്യാപരിച്ചു. അനേകരെ അകൃത്യങ്ങളിൽ നിന്ന് അവൻ പിന്തിരിപ്പിച്ചു. പുരോഹിതൻ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം. ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം. അവൻ സൈന്യങ്ങളുടെ കർത്താവിന്റെ ദൂതനാണ്. എന്നാൽ നിങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു. നിങ്ങളുടെ ഉപദേശം അനേകരുടെ ഇടർച്ചയ്ക്ക് കാരണമായി. നിങ്ങൾ ലേവിയുടെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്റെ മാർഗങ്ങൾ അനുവർത്തിക്കാതെ പ്രബോധനം നൽകുമ്പോൾ എത്രമാത്രം പക്ഷപാതം കാണിച്ചുവോ അത്രമാത്രം ഞാൻ നിങ്ങളെ ജനം മുഴുവന്റെയും മുമ്പിൽ നിന്ദിതരും നികൃഷ്ടരുമാക്കും. നമുക്കെല്ലാവർക്കും ഒരേ പിതാവല്ലേ ഉള്ളത്? ഒരേ ദൈവം തന്നെയല്ലേ നമ്മെ സൃഷ്ടിച്ചത്? എങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ ഉടമ്പടിയുടെ പവിത്രത നശിപ്പിച്ചുകൊണ്ട് നാം എന്തിനു പരസ്പരം അവിശ്വസ്തത കാണിക്കുന്നു? യൂദ വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുന്നു. ജെറൂസലേമിലും ഇസ്രായേലിലും
മ്ലേച്ഛ പ്രവർത്തികൾ നടന്നിരിക്കുന്നു. കർത്താവിന് പ്രിയപ്പെട്ട വിശുദ്ധ മന്ദിരത്തെ യൂദ അശുദ്ധമാക്കി. അന്യദേവന്റെ പുത്രിയെ വിവാഹം ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നവന് വേണ്ടി സാക്ഷ്യം നിൽക്കുകയോ സൈന്യങ്ങളുടെ കർത്താവിന് കാഴ്ച അർപ്പിക്കുകയോ ചെയ്യുന്നവനെ യാക്കോബിന്റെ കൂടാരത്തിൽ നിന്ന് കർത്താവ് വിച്ഛേദിക്കട്ടെ. നിങ്ങൾ ഇതും ചെയ്യുന്നു. അവിടുന്ന് നിങ്ങളുടെ കാഴ്ചകളെ പരിഗണിക്കുകയോ അതിൽ പ്രസാദിക്കുകയോ ചെയ്യാത്തതിനാൽ നിങ്ങൾ തേങ്ങിക്കരഞ്ഞ് കർത്താവിന്റെ ബലിപീഠം കണ്ണീര് കൊണ്ട് മൂടുന്നു. എന്തുകൊണ്ട് അവിടുന്ന് ഇത് സ്വീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നു. ഉടമ്പടി അനുസരിച്ച് നിന്റെ ഭാര്യയും സഖിയുമായിരുന്നിട്ടും നീ അവിശ്വസ്തത കാണിച്ച നിന്റെ യൗവനത്തിലെ ഭാര്യയും നീയും തമ്മിലുള്ള ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ. ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്? ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു. ഒരുവൻ തന്റെ വസ്ത്രം അക്രമം കൊണ്ട് പൊതിയുന്നതിനെയും ഞാൻ വെറുക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ വ്യാപരിക്കുക, അവിശ്വസ്തത കാണിക്കരുത്. വാക്കുകൾ കൊണ്ട് നിങ്ങൾ കർത്താവിന് മടുപ്പ് വരുത്തിയിരിക്കുന്നു. നിങ്ങൾ ചോദിക്കുന്നു, എങ്ങനെയാണ് ഞങ്ങൾ അവിടുത്തെ അസഹ്യപ്പെടുത്തിയത്? തിന്മ പ്രവർത്തിക്കുന്ന ഏവനും കർത്താവിന്റെ മുമ്പിൽ നല്ലവനാണ്. അവിടുന്ന് അവനിൽ പ്രസാദിക്കുന്നു എന്ന് പറയുകയും നീതിയുടെ ദൈവം എവിടെയെന്ന് ചോദിക്കുകയും ചെയ്തുകൊണ്ട്. അധ്യായം 3. ഇതാ, എനിക്ക് മുൻപേ വഴിയൊരുക്കാൻ ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തന്റെ ആലയത്തിലേക്ക് വരും. നിനക്ക് പ്രിയങ്കരനായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. എന്നാൽ അവിടുത്തെ വരവിന്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്ക് കഴിയും? അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുൻപിൽ നിൽക്കാൻ ആർക്ക് കഴിയും? ഒലയിലെ അഗ്നി പോലെയും അലക്കുകാരന്റെ കാരം പോലെയുമാണ് അവിടുന്ന്. വെള്ളി ഒലയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും. ലേവിപുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും. അപ്പോൾ യൂദായുടെയും ജെറുസലേമിന്റെയും ബലി പഴയ കാലത്തെന്ന പോലെ കർത്താവിന് പ്രീതികരമാകും. നിങ്ങളെ വിധിക്കാൻ ഞാൻ അടുത്തുവരും. ആഭിചാരകർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും വേലക്കാരനെ കൂലിയിൽ വഞ്ചിക്കുന്നവർക്കും വിധവകളെയും അനാഥരെയും പീഡിപ്പിക്കുന്നവർക്കും പരദേശികളെ ഞെരുക്കുന്നവർക്കും എന്നെ ഭയപ്പെടാത്തവർക്കുമെതിരെ സാക്ഷ്യം നൽകാൻ ഞാൻ വേഗം വരും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, കർത്താവായ എനിക്ക് മാറ്റമില്ല. അതുകൊണ്ട് യാക്കോബിന്റെ സന്തതികളെ, നിങ്ങൾ പൂർണ്ണമായി സംഹരിക്കപ്പെട്ടില്ല. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ എന്റെ കൽപ്പനകളിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു, അവ അനുഷ്ഠിച്ചില്ല. നിങ്ങൾ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവിൻ, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ചോദിക്കുന്നു, എങ്ങനെയാണ് ഞങ്ങൾ മടങ്ങി വരേണ്ടത്? മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ? എന്നാൽ നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു. എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയെ കൊള്ള ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നു. ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ. നിങ്ങൾ ജനം മുഴുവനും എന്നെ കൊള്ള ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ അഭിശപ്തരാണ്. ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ. എന്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്കായി സ്വർഗകവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെട്ടുകിളികളെ ശാസിക്കും. അവ നിങ്ങളുടെ ഭൂമിയിലെ ഫലങ്ങൾ നശിപ്പിക്കുകയില്ല. നിങ്ങളുടെ വയലുകളിലെ മുന്തിരിച്ചെടികൾ ഫലശൂന്യമാവുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ ദേശം ആനന്ദത്തിന്റെ ദേശമാകും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, കർത്താവ് അരുളിച്ചെയ്യുന്നു. എനിക്കെതിരെയുള്ള നിങ്ങളുടെ വാക്കുകൾ കഠിനമായിരിക്കുന്നു. എന്നിട്ടും ഞങ്ങൾ അങ്ങയ്ക്കെതിരായി എങ്ങനെ സംസാരിച്ചുവെന്ന് നിങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ പറഞ്ഞു, ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമാണ്. അവിടുത്തെ കൽപ്പനകൾ
അനുസരിക്കുന്നതുകൊണ്ടും സൈന്യങ്ങളുടെ കർത്താവിന്റെ മുൻപിൽ വിലാപം ആചരിക്കുന്നവരെ പോലെ നടക്കുന്നതുകൊണ്ടും എന്തു പ്രയോജനം? ഇനിമേൽ അഹങ്കാരികളാണ് ഭാഗ്യവാന്മാർ എന്ന് ഞങ്ങൾ കരുതും. ദുഷ്കർമ്മികൾ അഭിവൃദ്ധിപ്പെടുക മാത്രമല്ല, ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു. അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുൻപിൽ എഴുതപ്പെട്ടു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എന്റേതായിരിക്കും. ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എന്റെ പ്രത്യേക അവകാശമായിരിക്കും. പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. അപ്പോൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുമുള്ള വ്യത്യാസം നിങ്ങൾ ഒരിക്കൽ കൂടി തിരിച്ചറിയും. അധ്യായം 4. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ചൂള പോലെ കത്തുന്ന ദിനം ഇതാ വരുന്നു. അന്ന് അഹങ്കാരികളും ദുഷ്ടന്മാരും വൈക്കോൽ പോലെയാകും. ആ ദിനം അവരെ വേരും ശാഖയും അവശേഷിക്കാത്ത വിധം ദഹിപ്പിച്ചു കളയും. എന്നാൽ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. അതിന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടിയെന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടന്മാരെ നിങ്ങൾ ചവിട്ടിത്താഴ്ത്തും. അവർ നിങ്ങളുടെ കാൽ കീഴിൽ ചാരം പോലെ ആയിരിക്കും. എന്റെ ദാസനായ മോശയുടെ നിയമങ്ങൾ എല്ലാ ഇസ്രായേൽക്കാർക്കും വേണ്ടി ഹോറബിൽ വെച്ച് ഞാൻ അവന് നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും അനുസ്മരിക്കുവിൻ. കർത്താവിന്റെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുൻപ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും.